വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഏതെങ്കിലും പുസ്തകത്തിലെ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂട്ടിയോജിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രശ്നത്തിലകപ്പെടും. ഒരു മനുഷ്യായുസ്സിൽ അസാധ്യമെന്നോണം സ്വന്തം പേരിൽ 630-ലേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഭാരതം കണ്ട മഹായോഗിമാരിൽ ഒരാളായ ഓഷോയുടെ വാക്കുകളാണിത്. ഓഷോയുടെ വാക്കുകളിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പേ ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്വാഗതം അർപ്പിക്കുക എന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ അനുഗ്രഹിച്ചിരിക്കുന്ന സ്വാമി സന്ദീപാനന്ദഗിരി ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സ്വാമി എന്ന പദത്തിൻ്റെ അർത്ഥം? സ്വം ഐശ്വര്യം പ്രധാനം അസ്യ ഇതി സ്വാമി എന്ന യാസ്കിന്റെ നിരുക്തം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അയാളോട് മറുപടി പറയുകയുണ്ടായി, ഐശ്വര്യം പ്രധാനമായിട്ടുള്ളവൻ സ്വാമി. സ്വന്തം മനസ്സുകൊണ്ട് ജീവിക്കുന്ന, മനസ്സിന് ഉടമയായിട്ടുള്ളവൻ സ്വാമി. ആരെയും നിങ്ങൾക്ക് സ്വാമി എന്ന് വിളിക്കാം, അതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഈ ഉത്തരത്തിലൂടെ ജീവിതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ദാർശനികവും പ്രായോഗികവുമായ സമീപനം വെളിപ്പെടുകയാണ്. ഗുരുപരമ്പരകളിലൂടെ പകർന്നു കിട്ടിയ അറിവിനെ ഭാരതത്തിൽ മാത്രമല്ല എല്ലാ വൻകരകളിലും എത്തിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മെൽബണിൽ വെച്ച് നടന്ന പാർലമെന്റ് ഓഫ് ദി വേൾഡ്സ് റിലീജിയൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത് തന്നെയാണ്. മാസങ്ങളോളം നീണ്ടു നിൽക്കാറുള്ള അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത പ്രഭാഷണ പരമ്പര ശ്രീമദ് ഭാഗവതം തത്വവിചാരയജ്ഞം, ദൂരദർശൻ 400 എപ്പിസോഡുകളിലായി സംപ്രേഷണം ചെയ്ത ആർട്ട് ഓഫ് മാൻ മേക്കിംഗ്, മറ്റു ചാനലുകൾ സംപ്രേഷണം ചെയ്ത ഉപനിഷത്ത് പ്രഭാഷണ പരമ്പര തുടങ്ങിയവ സാധാരണക്കാരിലേക്ക് ആത്മീയ ജ്ഞാനത്തെ എത്തിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. സൈലൻസ് ദി ഓഷോ ബുക്ക് പ്രസിദ്ധീകരിച്ച കാരുണ്യം, വിശ്വസ്തത എന്നീ ഓഷോ ഗ്രന്ഥങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്കൂൾ ഓഫ് ഭഗവത്ഗീത, സാളഗ്രാമം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ സ്ഥാപകനും ചെയർമാനുമായ സ്വാമി സന്ദീപാനന്ദഗിരി അവർകളെ ഈ ചടങ്ങിലേക്ക് ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്യുന്നു. ഇൻസൈറ്റ്സ് ഫോർ എ ന്യൂ വേ ഓഫ് ലിവിംഗ് എന്ന ടൈറ്റിലിൽ അവയർനെസ്, കമ്പാഷൻ, ഫ്രീഡം, ഇൻ്റലിജൻസ് തുടങ്ങിയ 14 പുസ്തകങ്ങൾ ഓഷോയുടേതായിട്ടുണ്ട്. മനുഷ്യജീവിതത്തെ നയിക്കുന്ന 14 തരം മാനുഷിക ഭാവങ്ങളെ ഓഷോ ഈ പരമ്പരയിലൂടെ വിശകലനം ചെയ്യുകയാണ്. കോപം, ഭയം തുടങ്ങിയ വികാരങ്ങൾ മനുഷ്യനെ താഴേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ സഹജാവബോധം, അന്തർജ്ഞാനം, ആഹ്ലാദം, പക്വത, സർഗാത്മകത തുടങ്ങിയ മനോഭാവങ്ങൾ ദൈവികമായ ഉന്നതിയിലേക്ക് മനുഷ്യനെ നയിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഈ സീരീസിലൂടെ ഓഷോ പറഞ്ഞു വയ്ക്കുകയാണ്. ഈ 14 സീരീസും സൈലൻസ് ദി ഓഷോ പബ്ലിക്കേഷൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം മാത്രമാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ബാക്കി 12 പുസ്തകങ്ങളുടെയും വിവർത്തനം നിർവഹിച്ചിട്ടുള്ള ശ്രീ GL ശരത് കുമാർ സാറാണ്. അദ്ദേഹം ഏറ്റവും പുതുതായി നിർവഹിച്ച വിവർത്തനങ്ങളായ കാരുണ്യം, വിശ്വസ്തത എന്നിവയുടെ പ്രകാശനമാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹത്തിനും ഈ വേദിയിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. നിധി, ഓഷോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചലിക്കുന്ന വസ്തുക്കളുമായി പ്രണയത്തിലായാൽ ജീവിതത്തെ മറ്റൊരു തരത്തിൽ വീക്ഷിക്കാനാകുമെന്ന്. മനുഷ്യൻ അവൻ തന്നെ നിർമ്മിച്ച കോൺക്രീറ്റ് തടവറകൾക്കുള്ളിൽ ജീവിക്കുകയാണ്. അവ നാമരൂപങ്ങളാണ്, ക്രിയകളല്ല. ആ തടവറകളെ ഭേദിച്ച് ക്രിയാരൂപങ്ങളിലേക്ക് ഒറ്റയ്ക്ക് യാത്ര തിരിച്ച നിധി ഒരു യാത്രിക മാത്രമല്ല, എഴുത്തുകാരിയും അധ്യാപകയും കൂടിയാണ്. അവരെ ഈ വേദിയിലേക്ക് പുസ്തകം സ്വീകരിക്കുന്നതിനായി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജീവിക്കുന്നു, ജീവിതത്തെ പുൽകുന്നു എന്നീ 2 പുസ്തകങ്ങളുടെ പ്രകാശനം സ്വാമി സന്ദീപാനന്ദഗിരി നിധി സോസ കുര്യനെ നൽകിക്കൊണ്ട് നിർവഹിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ നമ്മൾ മലയാളികൾ മറ്റേത് സംസ്ഥാനത്തേക്കാളും വായനാശീലം കൂടുതലുള്ളവരാണ്. നമുക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് പതിവായിട്ട്. നമ്മുടെ ഒരു സാധാരണ ബാർബർ ഷോപ്പ്, ചായക്കട, ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും വായിക്കാനുള്ള മാസികകളായിട്ടും ന്യൂസ് പേപ്പറായിട്ടും അത് നിർബന്ധമാണ്.
മറ്റൊരു സംസ്ഥാനത്തും നമ്മളത് കാണില്ല. നമുക്ക് തോന്നുന്നില്ല മറ്റൊരു സംസ്ഥാനത്ത് ഇങ്ങനെയൊരു അതിൻ്റെ സ്ഥിരാ കേന്ദ്രത്തിൽ ഇങ്ങനെയൊരു ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നു എന്നുള്ളത്. ആ നിലയിൽ നമ്മൾ ഒരു കണക്കിന് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ഈ സൗകര്യം ഇവിടെ നന്നായി ഈ ഒരു സദ്യ വിഭവം നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള ആരൊക്കെയാണോ അവർക്കൊക്കെ നമ്മൾ ആദ്യമേ ഒരു നന്ദി പ്രകാശിപ്പിക്കുന്നു. 2 പുസ്തകങ്ങളാണ് നമ്മളിവിടെ പ്രകാശനം ചെയ്തു കഴിഞ്ഞത്. ഒന്ന് വിശ്വസ്തത, ട്രസ്റ്റ്, മറ്റൊന്ന് കാരുണ്യം, കമ്പാഷൻ. ഓഷോയുടെ പുസ്തകങ്ങളാണ്. വളരെ കാലിക പ്രസക്തിയുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അമേരിക്കയിൽ വെച്ച് അദ്ദേഹത്തെ സ്ലോ പോയിസൺ കൊടുത്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന 89-ൻ്റെ അവസാനം 90 ഇനി ജനുവരി 19 നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം നടന്നിട്ടുള്ളത്. അപ്പം ആ സമയത്ത് നമ്മൾ ബോംബെയിലുള്ള സമയമാണ്. ഒരു ഫാമിലിയുടെ കൂടെ അന്ന് ഈ മാരുതി വാൻ ഇറങ്ങിയ കാലം. ഉല്ലാസ് നഗറിൽ നിന്ന് പൂന ബോംബെ ആശ്രമത്തിലേക്ക് പോകുന്നു. അപ്പം ആശ്രമത്തിൽ അന്ന് അദ്ദേഹത്തിൻ്റെ ബുദ്ധ ഹാളിൽ അദ്ദേഹം അവിടെ ഇരുന്ന് പറയുന്നത് ആരാണ് സംസാരിക്കുന്നത് നമുക്കറിയില്ല. കാരണം ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളൂ. എവിടുന്നാണ് അത് വരുന്നത് നോക്കുമ്പോഴാണ് കൈകളൊക്കെ ഇങ്ങനെ പിണച്ച് ഒരു വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം. അപ്പം നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഓഷോ, ഭഗവാൻ രജനീഷ് എന്ന് പറയുന്ന അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ആശ്രമ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ്. പിന്നെ ആശ്രമത്തിൽ പഠിക്കുമ്പോഴാണ് അതിൻ്റെ അവസാന സമയത്ത് നാളുകളിലാണ് ഞാൻ അതാകുന്നു എന്നുള്ള ഈശാവാസ്യത്തിൻ്റെ വലിയൊരു കമൻട്രി മലയാളത്തിൽ ഒരാൾ കൊണ്ട് തരുന്നതല്ല, അയാൾ അവിടെ താമസിക്കാൻ വന്നപ്പം വായിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ആദ്യമായിട്ട് നമ്മൾ വായിക്കുന്നത് അതാണ്. അങ്ങനെ അതിൽ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതിയെടുത്തു, എവിടുന്നാണിത്, എവിടെ നിന്നാ കിട്ടുമെന്ന്. ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ഒരു മാരുതി കാറ് സംഘടിപ്പിച്ച് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീട് തെരഞ്ഞു പോകുന്നുണ്ട്. പെരുമഴയത്ത് ഒരു രാത്രിയാണ് അവിടെ എത്തുന്നത്. വർഷങ്ങൾക്ക് 96 95 കാലത്തിലാണ്. അന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്ന് സൈലൻസ് തുടങ്ങിയിട്ടില്ല. അന്നുള്ള പരിചയം ഓഷോ ഫിലോസഫിയോടുള്ള അഗാധമായ പ്രേമം, ഇതൊക്കെയാണ് നമ്മളെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരുണ്യത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒരു മനോഹരമായ കഥ പറയുന്നുണ്ട്. വളരെ അവസരോചിതമായിട്ടുള്ളൊരു കഥ. ഇപ്പോൾ പ്രത്യേകിച്ച് ദൈവതുല്യരൊക്കെ വിഷയമായിട്ടിരിക്കുന്ന സമയത്ത് കൊടും തണുപ്പിൽ ഒരു സെൻ മാസ്റ്റർ, നമ്മുടെ സമയമായ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ, സെൻ മാസ്റ്റർ ഒരു ക്ഷേത്രത്തിൽ അഭയം തേടുകയാണ്. ജപ്പാനിൽ നടക്കുന്ന കഥയാണ്. അപ്പം അതൊരു ബുദ്ധവിഹാരമാണ്. അപ്പോൾ ആ ക്ഷേത്രം സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഇതൊരു അന്തേവാസികൾക്കുള്ള സ്ഥലമല്ല, പക്ഷെ ഇദ്ദേഹത്തിനോടുള്ള ഒരു കാരുണ്യത്തിൻ്റെ ഫലത്തിൽ പറഞ്ഞു ഇവിടെ കഴിയാം, ഇന്നൊരു രാത്രി കഴിഞ്ഞോളൂ, നാളെ രാവിലെ ആകുമ്പം സ്ഥലം കാലിയാക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം അവിടെ കഴിയുന്നു. രാത്രി എന്തോ ശബ്ദം കേട്ട് ഈ ക്ഷേത്രം സൂക്ഷിപ്പുകാരൻ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇദ്ദേഹം ഒരു തീക്കുണ്ടത്തിൻ്റെ ചുറ്റും ഇരുന്ന് തീ കായുകയാണ്, ഈ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി. അപ്പം ഇദ്ദേഹം നോക്കുമ്പോൾ അവിടെയുള്ള ഒരു ബുദ്ധൻ്റെ പ്രതിമ കാണാനില്ല. കാരണം മരം കൊണ്ടുണ്ടാക്കിയതാണ് ബുദ്ധൻ്റെ പ്രതിമ അവിടെ ഈ ജപ്പാനിൽ. അപ്പം ഇയാൾ വന്നിട്ട് ചോദിച്ചു, ബുദ്ധനെ ഇവിടെ കണ്ട ഭഗവാൻ ബുദ്ധൻ്റെ പ്രതിമ എവിടെയെന്ന്. അപ്പം ഈ സെൻ മാസ്റ്റർ ചൂണ്ടി കാണിച്ചു കൊടുത്തു, ഈ എരിയുന്ന അഗ്നികുണ്ഡം.
അയാൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ഭ്രാന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? അത് ബുദ്ധനാണ്, ഭഗവാൻ ബുദ്ധനാണ്. അപ്പോൾ അയാൾ ഒരു വടി എടുത്തിട്ട് ഈ കത്തുന്ന വിറക് കുത്തി കുത്തി ഇതാക്കുക. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അല്ല, ഞാനിതിൽ അസ്ഥി തിരയാണ്, ബുദ്ധന്റെ അസ്ഥി ഉണ്ടോ? അവസാനം ഇദ്ദേഹത്തിനെ ഇവിടുന്ന് പുറത്താക്കുകയാണ്. പുറത്താക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വല്ലാതെ തണുക്കുന്നു, നിങ്ങൾ ആ 2 കൂടെ എടുത്ത് തരൂ, അവിടെ ശേഷിക്കുന്ന 2 ബുദ്ധപ്രതിമകളുണ്ട്, അതും കൂടെ തരൂ. ഇത്രയൊക്കെ കേട്ടപ്പോൾ ഈ ക്ഷേത്രം സൂക്ഷിപ്പുകാരന് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്കായി. ഇദ്ദേഹത്തിനെ പുറത്താക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നിങ്ങളൊരു ജീവനുള്ള ബുദ്ധനെയാണ്. അതിഗംഭീരമായിട്ടുള്ള വരികളാണത്. ഇദ്ദേഹം ഓഷോന്റെ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിഞ്ഞു മുറുക്കി നമ്മളെ അവിടെ ഇരുത്തും, വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഓരോ കഥയും ഓരോ നർമ്മവും പറയാണ്. നിങ്ങൾ ജീവനുള്ള ബുദ്ധനെയാണ് ചവിട്ടി പുറത്താക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ബുദ്ധൻ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ആ 2 എന്തായാലും തരും. അവസാനം ഇദ്ദേഹം പുറത്തുപോയി. രാവിലെ നോക്കുന്ന സമയത്തുണ്ട്, അവിടെ കണ്ട ഒരു സർവേ കല്ലിന് ഇദ്ദേഹം കുറെ പുഷ്പങ്ങൾ എടുത്ത് അർച്ചന നടത്തുന്നുണ്ട്. മറ്റേ ആൾ ചോദിക്കും, നിങ്ങൾ ഇതുവരെ പോയില്ലേ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ ബുദ്ധനെ ആരാധിക്കുകയാണ്. എനിക്ക് എൻ്റെ ബുദ്ധനെ സൃഷ്ടിക്കാൻ പ്രത്യേകിച്ചൊരു ഇടമൊന്നും വേണ്ട, ഞാൻ എവിടെയും അതിനെ സൃഷ്ടിക്കും എന്ന് പറയാം. ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്ന പലപ്പോഴും പലർക്കും തോന്നിയിട്ടുള്ള ഓഷോ സമ്പ്രദായ വിരുദ്ധനാണ്, സനാതന ധർമ്മ വിരുദ്ധനാണ്. സനാതന ധർമ്മത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഓഷോന്റെ ഒരു വരി പോലും സനാതന ധർമ്മ വിരുദ്ധമായ, ശരിയായ സനാതന ധർമ്മ വിരുദ്ധമായത് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കാരുണ്യം നമ്മൾ വായിക്കേണ്ടുന്ന പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും, അദ്ദേഹത്തിൻ്റെ തമാശകളും കഥകളും ഉപകഥകളും എല്ലാം തന്നെ. പിന്നെ വിശ്വസ്തത, ട്രസ്റ്റ്. ഇതേപോലെ നമ്മൾ നമുക്ക് നേരത്തെ പുസ്തകം കിട്ടി. ഈ പുസ്തകം വായിക്കുകയല്ല, പുസ്തകം നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതങ്ങനെ പഠിക്കാനുള്ളതാണ്. എന്താണ് വിശ്വസ്തത? നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ നിനക്ക് എന്നോട് വിശ്വാസമില്ല, നമ്മുടെ ആ ട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല എന്ന് ട്രസ്റ്റികൾ തന്നെ പരസ്പരം പറയാറുണ്ട്. ട്രസ്റ്റീസ് പലപ്പോഴും ലംഘിക്കുന്നതും ട്രസ്റ്റ് ഡീഡുകളാണ്. ഈ ട്രസ്റ്റിന് വലിയ മാനമുള്ള ഒരു കാലമാണ്. ശരിക്കും ധർമ്മശാസ്ത്രത്തിൽ, നമ്മുടെ ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ ഈ വിവാഹത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് തന്നെ, ശരിക്കും ആദ്യത്തെ ഒരു വിവാഹം എന്നുള്ള സങ്കല്പം ഉണ്ടാവുന്നത് ഈ മനുവിൻ്റെ മകള് ഒരു സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പുരുഷനെ ഭരിക്കുന്നത്. ആദ്യത്തെ വിവാഹം എന്നുള്ള കൺസെപ്റ്റ് തന്നെ പ്രേമവിവാഹമാണ്. ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കുന്നതാണ്. മനു അതിന് അനുവദിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അവരുടെ ആ പ്രേമ വിവാഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്, ആ ജീവിതം മാതൃകാപരമാണ്. മനു തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, എങ്ങനെയാവട്ടെ ലോകത്തിൻ്റെ ദാമ്പത്യം എന്നുള്ളത്. അപ്പൊ ദാമ്പത്യത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതിലാദ്യത്തെ ഈ ട്രസ്റ്റിന് സാൻസ്ക്രിറ്റിൽ വിശ്രംഭേണ എന്നാണ്. എന്താണ് വിശ്രംഭേണ? എന്താണ് ട്രസ്റ്റ്? അത് ഇതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഇത് ചോദിച്ചുകൊണ്ടാണ്, എന്താണ് വിശ്വസ്തത? അതൊരു വിശ്വാസമാണോ? അല്ല. വിശ്വാസത്തെ ഓഷോ എപ്പോഴും നിർവചിക്കുന്നത് സംശയത്തിൻ്റെ മറുപുറമായിട്ടാണ്. നിങ്ങൾക്കൊരാളെ എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്ന് പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളെ സംശയവുമാണ് എന്ന്. ഒരു സംശയമില്ലാത്ത കാര്യം അക്കാര്യം. ഞാൻ വിശ്വസിച്ച് വാടകയ്ക്ക് കൊടുത്തു, അന്നേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇയാൾ ഒഴിയോ എന്ന്. കാരണം ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചു, എനിക്ക് അന്നുണ്ടൊരു സംശയം ഇത് നടക്കുമോ എന്നുള്ളത്. അപ്പൊ വിശ്വാസവും സംശയവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായിട്ട് ഓഷോ
പല സന്ദർഭങ്ങളിൽ പല അവസരങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസമാണോ ട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ വിശ്വസ്തത, വിശ്വാസം ഇത് രണ്ടും രണ്ടാണ്. അതിന് ഈ നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ ഈ ദാമ്പത്യത്തിൻ്റെ അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്ന് അതിനനുബന്ധമായിട്ടുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈ നമ്മുടെ വിവാഹത്തിൽ പുരുഷന്മാർക്കാണ് ഇത് ഉണ്ടായിരിക്കേണ്ടത്, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ്. ഒരു 22 വയസ്സുള്ള പ്രായമുള്ള 23 വയസ്സുള്ള പെൺകുട്ടി തൻ്റെ വീട്ടിലേക്ക് വന്ന് തന്നോടൊപ്പം ജീവിതം തുടരുമ്പോൾ അവൾ ജനിച്ച് വളർന്ന ചുറ്റുപാട്, അവളുടെ സൗഹൃദങ്ങൾ, ഈവൻ അവളുടെ ബെഡ്ഷീറ്റ്, പില്ലോ, ഇതെല്ലാം വിട്ടിട്ട് വരുന്ന ഒരു പുതിയ സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. മറ്റു പല കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട്. അവൾക്ക് നഷ്ടപ്പെടുന്ന, നമ്മൾ നിസാരങ്ങൾ എന്ന് തോന്നുന്ന പലതും. അപ്പൊ ഈ വന്ന ഈ ആൾക്ക് ഒരു വാക്ക് അവളോട് പറയുന്ന സമയത്ത്, അതായത് എടോ, ഞാൻ ഈ ജോലി ആവശ്യത്തിന് ബാംഗ്ലൂരും അവിടെ ഇവിടെയൊക്കെ പോയി 2-3 ദിവസം താമസിക്കുമ്പോൾ ഞാൻ വീട് മിസ് ചെയ്യുമ്പോൾ, ഈവൺ എൻ്റെ ബ്രഷ്, വേസ്റ്റ്, എൻ്റെ ഈ ബാത്റൂമിലെ കണ്ണാടി തന്നെ, ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഞാൻ മിസ് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാതെ ഡിസ്റ്റർബൻസ് ഉണ്ടാവാറുണ്ട്. പുരുഷന്മാർക്ക് അത് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാഴ്ച മാറി നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, നീ ഇത്രയും കാലം പരിചയിച്ച് ആ ചുറ്റുപാട് എന്നോടൊപ്പം ഇനി ജീവിക്കുമ്പം അത് നീ മിസ് ചെയ്യുമ്പം എനിക്ക് എന്താണ് നിന്നിൽ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും പലതിനോടും. അപ്പം ഇതൊന്ന് മനസ്സിലാക്കുന്ന ഇപ്പം അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ആശുപത്രിയിലാണ്, പോയി കാണണമെന്നുണ്ട്, പക്ഷെ ഇയാൾ അതിനെ സമ്മതിക്കുന്നില്ല. നീ എന്താണ് ഈ പട്ടി മോങ്ങണ പോലെ മോങ്ങുന്നത് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആ ട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവനൊരു അച്ഛൻ ഇല്ലാത്ത കുട്ടിയെയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചതെങ്കിൽ വിവാഹ ദിവസം ആ പന്തലിൽ ആ കുട്ടിയെ സംബന്ധിച്ച്, ആ വീട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവളുടെ അച്ഛനെയാണ്. ആ വിവാഹ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ആ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ നോക്കി അച്ഛൻ കാണാനുണ്ടായിരുന്നെങ്കിൽ ഇവൻ്റെ ആദ്യത്തെ ആലിംഗനം, നീ അച്ഛനെ മിസ് ചെയ്തിരുന്നോ? ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, താലികെട്ടൊക്കെ നടക്കുമ്പോൾ നിന്റെ അമ്മയെ ഞാൻ ശ്രദ്ധിച്ചു, നിന്നെ ശ്രദ്ധിച്ചു, അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നു. ഇനി ആ ഉത്തരവാദിത്വം കൂടെ എനിക്കുണ്ട്, ഞാൻ നിന്റെ അച്ഛൻ്റെ സ്ഥാനവും കൂടിയാണ്. അങ്ങനെ പറഞ്ഞൊരു ഹഗ് ചെയ്യുമ്പം അതാണ് ട്രസ്റ്റ്. അതല്ലാതെ വരുമ്പോഴാണ് അവള് ആ വീട്ടിലെ ഗ്യാസ് കൊണ്ടുവരുന്നവൻ്റെ കൂടെ പോയി, മറ്റവൻ്റെ കൂടെ പോയി എന്നൊക്കെ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? നിനക്കിവിടെ എന്തിൻ്റെ കുറവാണ് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ പലരും. ഇവിടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ട്? ഫ്രിഡ്ജ് ഉണ്ട്, മിക്സി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ഇതൊക്കെയാണോ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണ് ഈ ഗോപു നന്ദിലത്തിലേക്കൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതല്ല. അവിടെ എണ്ണത്തിൽ കൂടുതൽ അതൊക്കെ ഉണ്ട്. ട്രസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അവിടെ അദ്ദേഹം പറയാണ്, അതിമനോഹരമായിട്ടുള്ള വരികളാത്. സമാനമായതിന് എല്ലായ്പ്പോഴും സമാനമായതിനെ തിരിച്ചറിയാൻ സാധിക്കും. അവ തമ്മിൽ ചേരും. പൊടുന്നനവേ എല്ലാം തമ്മിൽ ചേരും. എല്ലാം ഒരു രൂപരേഖയ്ക്കുള്ളിലാവും. അവ്യവസ്ഥ, അപസ്വരങ്ങളില്ലാത്ത ഒരു സംവിധാനമായി മാറും. വാക്കുകൾ ക്രമത്തിലാവും. അവിടെയാണ് വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ വാചാ മധുരയ. ഇതെല്ലാം അതൊന്നുമില്ല. പിന്നെ ഒരു കവിത പിറക്കും, അപ്പോൾ എല്ലാം തമ്മിൽ ചേരും. നിങ്ങൾ ആ ഐക്യമത്യത്തിൽ ഉണ്ടെങ്കിൽ സത്യം അവിടെ ഉണ്ടാകും. നിങ്ങളുടെ ആന്തരിക സത്യം അതുമായി യോജിക്കും. പക്ഷെ അതൊരു ഭൗതിക കരാറായിട്ടല്ല. ശ്രുതി ചേർക്കപ്പെടുന്നു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ഏകമായി തീരും. അതാണ് വിശ്വസ്തത. അറിയുക എന്നുള്ളത്. ഈ ഒരു ട്രസ്റ്റ് നമുക്കാണില്ലാത്തത്. പ്രകൃതിയിലെ സകലതിനും ഉണ്ടത്. ഓഷോ ഒരിടത്ത് പറയുന്നുണ്ട്, ഒരു വള്ളി പോലും ഒരു മരത്തിലേക്ക് കയറുന്നതിന് മുൻപ് അത് ആലോചിക്കുന്നുണ്ട്, ഈ മരം എനിക്ക് യോഗ്യമാണോ പടർന്നു കയറാനെന്ന്. ഇത് മനോഹരമായ വരികളാണെന്നറിയോ. എൻ്റെ വിവാഹം കഴിച്ച് ഞാൻ എൻ്റെ പിറ്റേത്തെ ദിവസം സുഹൃത്തുക്കളോടൊത്ത് ബീഡിയും വലിച്ച് കലുങ്ക് രാഷ്ട്രീയവും കേട്ട് വെറുതെ ഇരിക്കുമ്പം അവളെക്കുറിച്ചുള്ള ഒരു ചിന്തയുമില്ല. അപ്പം ഫ്രണ്ട്സിനോട് പറയാം, ഞാൻ വേഗം പോണം, എനിക്ക് അവളവിടെ
ഏയ് നീ എന്ത് പെൺകോന്തൻ. ഓഷോ വായിച്ചാൽ നമ്മളെല്ലാവരും നന്നാവും. ശരിക്കും പറഞ്ഞാൽ നല്ല ദാമ്പത്യത്തിന് ഓഷോ അനിവാര്യമായ ഒന്നാണ്, ഒരു മെഡിസിൻ പോലെ. പറയാൻ തുടങ്ങിയാൽ നമ്മളിങ്ങനെ പറയും. അതുകൊണ്ട് എന്താ, ശ്രവിക്കുന്നതിലൂടെയാണ് വിശ്വാസ്യത ഉണ്ടാവുന്നത്. ശ്രവണം, അതിനാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രോതും ഇച്ഛ എന്നാണ്. നിങ്ങൾ ഭാര്യയെ കേൾക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. അവരെന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും ഒന്ന് നിർത്തുന്നുണ്ടോ നീ ദയവ് ചെയ്തിട്ട്. പിന്നെ അവരാരോട് പറയും? ഈ വിശ്വസ്തത എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മാത്രമല്ല, എല്ലാറ്റിൻ്റെയും അടിത്തറയാണ്. നമ്മൾ കേൾക്കുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടിനെ കേൾക്കുന്നുണ്ടോ? ഒരു പൂച്ച പോലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെയൊക്കെ നന്നായി കേൾക്കാറുണ്ട്. ഇപ്പം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, വണ്ടി എടുത്ത് ഇങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, ഇനി പോക്കാണോ അതോ അങ്ങോട്ട് വരവില്ലേ, അതിൻ്റെ അങ്ങനെ ഒരു സംശയത്തോടു കൂടിയുള്ള നോട്ടമുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ പോയാൽ ഒരു പോക്കാണ്, അതോ ഇപ്പം തന്നെ വരുമോ, അതിൻ്റെ ആ നോട്ടം കണ്ടാൽ അറിയാം. വാലൊക്കെ എങ്ങനെ പൊക്കിയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നമ്മൾ അതിനോട് പറഞ്ഞു ഇപ്പോൾ വരുന്നു. എന്തായാലും ഈ രണ്ട് പുസ്തകങ്ങളും നമ്മൾ പ്രകാശനം ചെയ്യുന്നതിൽ നമുക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഒക്കെയുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ ഒന്നൊഴിയാതെ വായിക്കുക, അടിവരയിടുക, വീണ്ടും വായിക്കുക, മനനം ചെയ്യുക. അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് ഓഷോ ഞാൻ വായിക്കുന്നു എന്ന് പറയാൻ മടിയുള്ള സന്യാസിമാരുണ്ട്. നമുക്കറിയാം, രഹസ്യമായി വായിക്കുന്നവർ. കാരണം അവരെ നാട്ടുകാർ തെറ്റിദ്ധരിച്ചാലോ എന്ന്. ഓഷോ പറയുന്ന കാപട്യത്തിൻ്റെ മൂർത്തിമത് ഭാവങ്ങൾ. നമ്മൾ കടുത്ത ഓഷോ ആരാധകനാണ് എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മം, ഇന്ത്യൻ ഫിലോസഫി അതിഗംഭീരമായി അദ്ദേഹം ഏത് വിഷയത്തിലാണ് സംസാരിക്കാത്തത്? ഏതെങ്കിലും ഒരു വിഷയം, സംഗീതമാവട്ടെ, ഭാഷയാവട്ടെ, സംസ്കാരമാകട്ടെ, ലോകരാഷ്ട്രീയമാകട്ടെ. ഇന്ന് ഓഷോൻ്റെ നമ്മൾ ആ ഒറിഗൺ കമ്മ്യൂണ് കണ്ടിട്ടുണ്ട്. ഇന്നതൊരു യൂത്ത് സെൻ്ററാണത്, ഒരു പള്ളിക്കാർ മേടിച്ചിട്ടുള്ള സ്ഥലമാണ്. അത് എത്ര 5600 ഏക്കറാണ് ഒറിഗൺ. അവിടെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു ലേക്ക് ഉണ്ട്, കൃഷ്ണമൂർത്തി ലേക്ക്. ആർട്ടിഫിഷ്യലായിട്ട് അതായത് അവിടെയുള്ള ആ ജലം അതിലേക്ക് എത്തിച്ചിട്ടുള്ള ഒന്നാണ്. ഇത് ഗംഭീര സ്ഥലമാണ്. എന്തൊരു വിഷണറിയാണ്. ഈ 364 റോൾസ് റോയ്സ് ഒക്കെ വെച്ച് അമേരിക്കക്കാരെ ശരിക്കു പറഞ്ഞാൽ മൂപ്പര് എടാ ഇത് ഏത് പോലീസുകാരനും സാധിക്കും എന്ന് കാണിച്ചു കൊടുത്തതാ. ഇതല്ല എന്ന് അമേരിക്കയോട് ശക്തമായി പറഞ്ഞൊരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ അഭാവം തന്നെയാണ് ഇന്ന് അമേരിക്ക ഈ പോകരിത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. അമേരിക്കയ്ക്ക് അങ്ങേയറ്റം അപകടകാരിയായിരുന്നു അദ്ദേഹം. ഈ 5600 ഏക്കറോളം സ്ഥലം ഹോൾഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഗവർണർമാർ അമേരിക്കൻ പൊളിറ്റിക്സിൽ ഒരു നിർണായകമായ ശക്തിയായി മാറുമ്പം സ്ലോ പോയിസൺ അല്ലാതെ പിന്നെ എന്ത് പോയിസൺ കൊടുക്കാനാണ്? ഓഷോ ലോകത്തിന്റെ നഷ്ടമാണോ? 58 വയസ്സാ തോന്നുന്നുണ്ട്, അതെ അല്ലേ? 59 വയസ്സാണ്. ഏതായാലും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ മരിക്കുന്നില്ല, ഞാൻ ജനിച്ചിട്ടുമില്ല, ജസ്റ്റ് വന്നു പോയതാണ് മൂപ്പരുടെ സമാധിയിൽ. അതെ, ഒരിക്കലും ഇല്ലാതെ ആവുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. കാരുണ്യം, വിശ്വസ്തത എന്നീ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയ നിധി ശോഷ കുര്യനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഓഷോ എന്ന് പറയുമ്പോൾ വളരെ ഗൗരവപൂർവമായ ഒരു സംസാരമായിരിക്കും പലരും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ഗൗരവം ഇവിടെ ഇരിക്കുന്ന പലരുടെ മുഖത്തും എനിക്ക് വായിക്കാനും സാധിക്കുന്നുണ്ട്. എന്നാൽ ഓഷോ തന്നെ പറയുന്നുണ്ട്, ഓഷോയ്ക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് ഗൗരവം അഭിനയിക്കുന്ന മനുഷ്യരെയാണ് എന്നുള്ളത്. ഓഷോ ഗൗരവപരമായ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഓഷോ പറയുന്നു, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് അവൻ്റെ പ്രശ്നങ്ങളിലല്ല, പകരം അവൻ ഗൗരവം അഭിനയിക്കുമ്പോഴാണ്. അതാണ് അവൻ ഏറ്റവും കൂടുതൽ ദുഃഖം തരുന്നത്.
ഇന്നിവിടെ നമ്മൾ ഓഷോയുടെ 2 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. ഓഷോ കാരുണ്യം, പ്രണയത്തിന്റെ അത്യാധികമായ പുഷ്പീകരണം, കമ്പാഷനെ കുറിച്ച്. മറ്റൊന്ന് ഓഷോയുടെ വിശ്വസ്തതയെക്കുറിച്ച്, ട്രസ്റ്റ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട്. നമുക്ക് ഓഷോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിശദീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വായയിൽ കൂടി അനുഭവിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ അദ്ദേഹത്തെ അടുത്തറിഞ്ഞ 2 വ്യക്തികളാണ് വേദിയിലിരിക്കുന്ന 2 പേര്. അദ്ദേഹം ഒരു പുസ്തകമല്ല, അല്ലെങ്കിൽ ഒരു പ്രഭാഷണവുമല്ല. അദ്ദേഹം മറ്റു പലരോടും ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. നമ്മളെക്കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച്, കമ്പാഷനെ കുറിച്ച്, ട്രസ്റ്റിനെ കുറിച്ചിട്ട്. ഓഷോ ഒരു മതവും സ്ഥാപിച്ച ഒരു മനുഷ്യനല്ല, ഒരു ദാർശനികനുമല്ല. അദ്ദേഹം മനുഷ്യനെ ഏറ്റവും നല്ല മികച്ച മനുഷ്യനാക്കാൻ ശ്രമിച്ച ഒരാളാണ്. കാരുണ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് അവനവനോട് തോന്നേണ്ട ഒന്നാണ്. മറ്റൊരു മനുഷ്യൻ വേദനിക്കുമ്പോൾ അവന്റെ വേദനയെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതിനപ്പുറം അവന്റെ വേദനയ്ക്ക് കാരണമായ അവന്റെ മുറിവുകളെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. അതുപോലെ ട്രസ്റ്റ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവനവനോട് തന്നെ കള്ളം പറയുന്ന ഒരു ജീവി എന്നാണ് പറയുന്നത്. പക്ഷെ ഓഷോ പറയുന്നു, നിങ്ങളോട് തന്നെ കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ ലോകത്തോട് സത്യം മൊത്തം വിളിച്ചു പറഞ്ഞാൽ അതിലൊരു അർത്ഥമില്ല. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയാണ് സ്നേഹം ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയാണ് വിശ്വാസം ആദ്യം ഉണ്ടാവേണ്ടത്. സ്വയം സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ മറ്റുള്ള ഒരാളെയും ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. കാരുണ്യം ഒരു പ്രവൃത്തിയല്ല, അതൊരു അവസ്ഥയാണ്. അതായത് കാരുണ്യം, ദയ, കരുതൽ, അതിൽ ഞാനും നീയും വ്യത്യസ്തരല്ല എന്നാണ് ഓഷോ പറയുന്നത്. അവൻ വേദനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വേദന നീ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിശബ്ദമായ സ്നേഹത്തെക്കുറിച്ച് ഓഷോ വളരെയധികം സംസാരിക്കുന്നുണ്ട്. പ്രണയത്തിന്റെ പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, പ്രണയം ആവശ്യമായി നമ്മളതിനെ ഡിമാൻഡ് ചെയ്താൽ അത് പ്രണയമല്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. അവർ പൊക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ പ്രണയമുള്ളത്. പ്രണയം പുഷ്പീകരിക്കുമ്പോൾ ഒരു പുഷ്പം വിടരുന്നത് പോലെയാണ്. അത് സുഗന്ധം പരത്തും. നമ്മൾ അങ്ങനെ സുഗന്ധം പരത്താൻ വേണ്ടി പുഷ്പിക്കേണ്ടതായിട്ടില്ല. നമ്മൾ വെളിച്ചമാകാൻ ശ്രമിച്ചാൽ മതി. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പൂവാകാൻ ശ്രമിക്കേണ്ട, നിങ്ങൾ വെളിച്ചമായാൽ മതി, പൂക്കൾ സ്വയം വിരിഞ്ഞുകൊള്ളും. എൻ്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓഷോ എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിയെ അല്ല. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വായിക്കണം. കാരണം ഇതിൻ്റെ അകത്ത് കാരുണ്യത്തെക്കുറിച്ച്, നമ്മളുടെ ഉള്ളിലെ കരുണകളെക്കുറിച്ച്, നമ്മൾ മറ്റു മനുഷ്യരോട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സൈലൻസ് ഓഷോ ബുക്സിന്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. നന്ദി. 200-ലേറെ ഓഷോ പുസ്തകങ്ങൾ മലയാളി വായനക്കാരിലേക്ക് എത്തിച്ച സൈലൻസ് ദി ഓഷോ ബുക്സിന്റെ എല്ലാമായ ജോസി മാഷിനെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ക്ഷണിച്ചോളൂ. വേറെ ഒന്നുമില്ല, എല്ലാവർക്കും നന്ദി.